കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. മെസ്സേജിൽ ഉണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ് എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമാണെന്നും അതിനുള്ള തെളിവുകളെല്ലാം തന്നെ താജ്മഹലിൽ തന്നെ ഉണ്ടെന്നും അവിടെ തുറക്കാതെ സൂക്ഷിക്കുന്ന 22 വാതിലുകളുണ്ടെന്നും ആ വാതിലുകൾക്ക് പുറകിൽ ശിവലിംഗങ്ങളാണെന്നും ആ വാതിലുകൾ തുറന്ന് പരിശോധിച്ചാൽ അത് ശിവക്ഷേത്രമാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശമായിരുന്നു. അതിൽ പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ പരമാദ്രി ദേവ് എന്ന് പറയുന്ന രാജാ പരമാദ്രി ദേവ് എന്ന് പറയുന്ന ഒരു മഹാരാജാവാണ് തേജോ മഹാലയ് നിർമ്മിച്ചത് എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് രാജ മാൻസിംഗിലേക്ക് തേജോ മഹാലയ് എത്തിച്ചേരുകയും അത് പിന്നെ രാജ ജയസിംഹിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരുകയും രാജ ജയസിംഹിൽ നിന്ന് ഷാജഹാൻ തേജോ മഹാലയ് സ്വന്തമാക്കി അതിനെ താജ്മഹലാക്കി മാറ്റുകയായിരുന്നു എന്നുമാണ് ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ താഴേക്ക് വരുമ്പോൾ മറ്റ് ചില വിവരങ്ങൾ കൂടിയുണ്ട്. അത് ഷാജഹാൻ 20,000-ഓളം തൊഴിലാളികളുടെ 2 കൈകളും ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ ഛേദിച്ച് കളയുവാനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് താജ്മഹൽ നിർമ്മിച്ച ഈ തൊഴിലാളികൾ അതുപോലെ മനോഹരമായ മറ്റൊരു നിർമ്മിതിയും ഭൂമിയിൽ ഉണ്ടാക്കരുത് എന്ന് കരുതിയാണത്രേ ഷാജഹാൻ ഈ 20,000 തൊഴിലാളികളുടെയും 2 കൈകളും വെട്ടിക്കളഞ്ഞത്. ഞാൻ അങ്ങോട്ട് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും അതങ്ങോട്ട് ചേരുന്നില്ല. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്നാണ് തേജോ മഹാലയിനെ കുറിച്ച് പറയുന്നത്. രാജാ പരമാദ്രി ദേവാണ് അത് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ ഷാജഹാൻ തൊഴിലാളികളുടെ കൈവെട്ടി എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് എങ്ങനെ ആലോചിച്ചിട്ടും സിങ്ക് ആകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ചരിത്രം ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് പങ്കുവയ്ക്കാം, നമുക്ക് പരസ്പരം സംസാരിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് തേജോ മഹാലയ് ആണോ താജ്മഹൽ ആണോ ഇന്ത്യയിലുള്ളത് എന്നുള്ളതിലെ ഒരു ചരിത്ര അന്വേഷണം നടത്താം. നമുക്ക് ഷാജഹാനിൽ നിന്നും മുംതാസിൽ നിന്നും ചരിത്രം അന്വേഷിച്ച് തുടങ്ങാം. ഷാജഹാൻ ജനിച്ചത് 5 ജൂൺ 1592 അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ഖുറം എന്നാണ്. ഷാജഹാൻ എന്നുള്ള പേര് പിന്നീട് നൽകപ്പെട്ടതാണ്. ലോകത്തിൻ്റെ രാജാവ് എന്നാണ് ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. 27 ഏപ്രിൽ 1593 മുംതാസ് മഹൽ ജനിക്കുന്നത്. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അർജുമന്ദ് ബാനു ബീഗം എന്നായിരുന്നു. 1607 മുംതാസും ഷാജഹാനും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് വിവാഹ നിശ്ചയം നടന്നുവെങ്കിലും 1612 മാത്രമാണ് അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത്. ഷാജഹാന് മുംതാസിനെ കൂടാതെ മറ്റ് 2 ഭാര്യമാർ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാര്യത്വം അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ കൂടി കല്യാണം കഴിക്കുന്നത് എന്നാണ് അന്നത്തെ ചരിത്രത്തിലൊക്കെ പറയുന്നത്. നല്ല ഒരു ആചാരമല്ലേ? ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ മകളെ ഇവിടുത്തെ ഭരണാധികാരി പോയി കല്യാണം കഴിക്കുക, അതോടുകൂടി ആ തർക്കം അവസാനിപ്പിക്കുക. കൊള്ളാം. എന്തായാലും പഴയ കാലത്തെ കല്യാണം കൊണ്ട് ഉള്ള ഗുണം ഇതൊക്കെയാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നേരെ തിരിച്ചു വരാം. നമുക്ക് ഷാജഹാനും മുംതാസിനും 14 മക്കളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഷാജഹാന് മുംതാസിനോട് ഭയങ്കരമായ പ്രണയമായിരുന്നുവെന്നും മുംതാസിനെ താമസിക്കുവാനായി രത്നങ്ങളും സ്വർണവും ഒക്കെ പതിച്ച കൊട്ടാരമാണ് അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തിരുന്നത് എന്നും പറയുന്നുണ്ട്. ഇതുകൂടാതെ മുംതാസ് ഭരണഘടനാ വിദഗ്ധയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഷാജഹാൻ യുദ്ധങ്ങൾക്കും ആ അയൽ രാജ്യങ്ങളുമായിട്ട് സന്ധി സംഭാഷണങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ മുംതാസ് അദ്ദേഹത്തോടൊപ്പം പോവുകയും വളരെ പ്രായോഗികമായ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമായിരുന്നു എന്നും പറയുന്നുണ്ട്. മുംതാസ് മരിക്കുന്നത് 1631 അമിതമായ രക്തസ്രാവം മൂലമാണ് മുംതാസ് മരണമടഞ്ഞത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം പോലെ സൗകര്യപ്രദമായ ചികിത്സാ രീതികളൊക്കെ അന്ന് ഇല്ലായിരുന്നത് കൊണ്ടായിരിക്കാം ഷാജഹാൻ്റെ പ്രിയപ്പെട്ട മുംതാസിന് അങ്ങനെ ഒരു അന്ത്യമുണ്ടായത്. മുഗളന്മാരുടെ വിശ്വാസമനുസരിച്ച് ശരീരം മണ്ണിൽ ലയിക്കുമെന്നും ആത്മാവ് ശവകുടീരത്തിൽ വസിക്കുമെന്നാണ്.
അങ്ങനെ മുംതാസിൻ്റെ ശരീരം മണ്ണിൽ ദഹിച്ചു കഴിഞ്ഞിട്ട് മുംതാസിൻ്റെ ആത്മാവ് തന്നോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഒരു സ്മാരകമായി നിലനിൽക്കണമെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് താജ്മഹൽ എന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ കുടീരം സൃഷ്ടിക്കപ്പെട്ടത്. മുംതാസിൻ്റെ മരണശേഷം ഏകദേശം 1 വർഷത്തോളം ഒരുവിധ ഭരണകാര്യങ്ങളിലും ഇടപെടാതെ, മറ്റുള്ളവരുമായി ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ലാതെ 1 വർഷം അദ്ദേഹം അടച്ചുപൂട്ടി ഏകാഗിയായി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആ ഏകാന്തവാസത്തിന് ഒടുവിൽ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷമാണ് താജ്മഹൽ എന്ന ആശയം ഉടലെടുക്കുന്നതും താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതും. ഷാജഹാൻ തൻ്റെ പ്രിയതമയുടെ സ്മൃതി കുടീരം പടുത്തുയർത്താനായി ഏൽപ്പിച്ചത് ഉസ്താദ് അഹമ്മദ് ലഹോരി എന്ന് പറയുന്ന ഒരു ശില്പിയായിരുന്നു. താജ്മഹലിൻ്റെ ചുവരുകളിലെ വെണ്ണക്കൽ മാർബിൾ മുഴുവൻ കാലിഗ്രാഫികൾ വരച്ചു ചേർത്തത് അബ്ദുൽ ഹഖ് ഷിറാസി എന്ന് പറയുന്ന മറ്റൊരു ശില്പിയുമായിരുന്നു. 1000-ലധികം ആനകൾ ചേർന്നിട്ടാണ് താജ്മഹലിൻ്റെ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തേക്ക് എത്തിച്ചത് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നും, പേർഷ്യയിൽ നിന്നും, ടിബറ്റിൽ നിന്നും, ശ്രീലങ്കയിൽ നിന്നും ഒക്കെയാണ് ഈ സാധന സാമഗ്രികൾ ഇവിടേക്ക് എത്തിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നും പറയുന്നുണ്ട്. 21 വർഷങ്ങൾ കൊണ്ട് 22,000 തൊഴിലാളികൾ രാപ്പകൽ അധ്വാനിച്ചാണ് മുംതാസിൻ്റെ ഈ സ്മൃതി കുടീരം, ഈ പ്രണയ കുടീരം പടുത്തുയർത്തിയത്. ചരിത്രവും വസ്തുതകളുമൊക്കെ ഇങ്ങനെയാണെങ്കിലും താജ്മഹലിൻ്റെ മുകളിലുള്ള തർക്കങ്ങളും കേസുകളും ഇപ്പോഴും തുടരുകയാണ്. അവസാനത്തേത് അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയാണ്. ആ ഹർജിയിൽ പറയുന്നത് താജ്മഹലിൽ അടച്ചിട്ടിരിക്കുന്ന 22 വാതിലുകളുണ്ടെന്നും ആ വാതിലുകൾക്ക് പുറകിൽ ശിവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ശിലകൾ ഉണ്ട് എന്നും, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു സ്പെഷ്യൽ ടീമിനെ, ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയമിച്ച് ഈ വാതിലുകൾ തുറന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ഹിന്ദു ആരാധനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്നുമാണ്. കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ കോടതി ഈ കേസ് തള്ളിക്കളയുകയും മേലാൽ ഇത്തരം പരാതികളുമായി കോടതിയുടെ സമയം മെനക്കെടുത്തരുത് എന്ന് അഭിപ്രായപ്പെടുകയും കോടതിക്ക് ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോകാൻ സമയമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പല മാധ്യമങ്ങളും ചെല്ലുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായും മുൻ ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യുകയും പല ഇൻ്റർവ്യൂകൾ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് ഈ താജ്മഹലിൽ ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്ന 22 വാതിലുകൾ കൃത്യമായി തുറക്കുന്നവയാണെന്നും എല്ലാ 2 ആഴ്ചയിലൊരിക്കൽ ഈ വാതിലുകൾ തുറന്ന് ആ വാതിലുകൾക്ക് പുറകിലുള്ള ഇടനാഴികൾ വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട് എന്നാണ്. ഈ വാതിലുകൾക്ക് പുറകിലുള്ളത് നെടുനീളൻ ഇടനാഴികളാണെന്നും ഈ താജ്മഹലിൻ്റെ മുഗൾ കൾച്ചർ അനുസരിച്ചുള്ള നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഇടനാഴികളെന്നും ഈ ഇടനാഴികൾ തുറന്നിട്ട് സന്ദർശകർക്ക് പ്രവേശനം നൽകിയാൽ ഈ ഇടനാഴികളെ സന്ദർശകർ എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് പറയാൻ കഴിയില്ല എന്നും സന്ദർശകർക്ക് പ്രത്യേകിച്ച് ഇതിനുള്ളിൽ ഒന്നും കാണാനില്ലാത്തത് കൊണ്ടാണ് ഇവയൊക്കെ അടച്ചു സൂക്ഷിക്കുന്നത് എന്നുമാണ്. അതുമാത്രമല്ല 1 ലക്ഷത്തോളം സന്ദർശകർ ഒരു ദിവസം താജ്മഹൽ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും സന്ദർശകർ ഈ ഇടനാഴിയിലേക്കൊക്കെ സഞ്ചരിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചാൽ അത് സംരക്ഷിക്കാനും താജ്മഹലിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും ബുദ്ധിമുട്ടായിരിക്കുമെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇടനാഴികളുടെ ചിത്രങ്ങൾ പകർത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാധ്യമങ്ങൾക്ക് നൽകുകയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്ര മനോഹരമായിട്ടാണ് താജ്മഹലിനെ സംരക്ഷിക്കുന്നത് എന്നാണ്. താജ്മഹലിൻ്റെ പുനരുദ്ധാരണത്തിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി കണ്ട് പരിശോധിച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്ര ആത്മാർത്ഥമായിട്ടാണ്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് താജ്മഹലിനെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2015 ആഗ്ര കോടതിയിൽ ഒരു കൂട്ടം വക്കീലന്മാർ ചേർന്ന് താജ്മഹലിൽ ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകി. അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്, രാജാ പരമാദ്രി ദേവാണ് തേജോ മഹാലൈ
പണിഞ്ഞതെന്നും അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായ രാജ മാൻസിംഗിന് നൽകിയതാണെന്നും രാജ മാൻസിംഗിൽ നിന്നാണ് ഇത് രാജ ജയ്സിംഹിന് കിട്ടിയതെന്നും രാജ ജയ്സിംഹ് ഇത് ഷാജഹാന് നൽകുകയും ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് തേജോ മഹാലയിനെ താജ്മഹലാക്കി മാറ്റി പണിഞ്ഞതാണ് എന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വക്കീലന്മാർ കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കുകയും കോടതി കേന്ദ്ര സർക്കാരിനോട് ഇതിൽ അഭിപ്രായം ആരായുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് താജ്മഹൽ തേജോ മഹാലയ് ആണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖകളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം ഇല്ല എന്നാണ്. അതോടൊപ്പം തന്നെ 2015 നമ്മുടെ ലോകസഭയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മയും സമാനമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. 2017 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞതും താജ്മഹൽ ഒരു ക്ഷേത്രമല്ല, അത് ഒരു സ്മൃതി കുടീരമാണ്, ശവകുടീരം മാത്രമാണ് എന്നാണ്. ചരിത്രമെന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സംഗതി കൂടിയാണ്. ഷാജഹാനും രാജ ജയ്സിംഹും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലൂടെ കുറേ പുറകിലേക്ക് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ ചെന്നെത്തുന്നത് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലായിരിക്കും. അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിലൊരു ഭാര്യ ഒരു രജപുത്ര രാജകുമാരിയായിരുന്നു. ഹർക്കാബായി എന്നാണ് ആ രാജകുമാരിയുടെ പേര്. അക്ബർ ചക്രവർത്തിക്ക് ഹർക്കാബായിൽ ജനിച്ച പുത്രനാണ് ജഹാംഗീർ. ജഹാംഗീറിൻ്റെ മാതാവായ ഹക്കർബായി രാജ മാൻസിംഗിൻ്റെ പിതാവിൻ്റെ സഹോദരിയായിരുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. ജഹാംഗീർ വിവാഹം കഴിച്ചിരുന്നത് ജോധ്പൂരിലെ രജപുത്ര രാജാവായിരുന്ന രാജ ഉദയ് സിംഗിൻ്റെ പുത്രിയായ ജഗത് ഹോസത്തെയാണ്. ജഗത് ഹോസത്തിൽ ജഹാംഗീറിന് ജനിച്ച പുത്രനാണ് ഷാജഹാൻ. അപ്പോൾ ഷാജഹാനും രാജ ജയ്സിംഹും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അക്ബർ ചക്രവർത്തിയുടെ പൗത്രനാണ് ഷാജഹാൻ. അതുപോലെ തന്നെ രാജ മാൻസിംഗിൻ്റെ പൗത്രനാണ് രാജ ജയ്സിംഗ്. മുംതാസ് മഹലിൻ്റെ മരണശേഷം ഏകദേശം 1 വർഷത്തോളം ഏകാന്തവാസം നയിച്ച ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഏകാന്തവാസം വെടിഞ്ഞ് പുറത്തു വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കായി പ്രണയ കുടീരം പണിതുയർത്തുവാൻ മനോഹരമായ ഒരു സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് രാജ ജയ്സിംഗ് അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരങ്ങളിലൊന്ന് സൗജന്യമായി ഷാജഹാന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ഷാജഹാൻ ചക്രവർത്തി ആ സൗജന്യമായി കൊട്ടാരം വേണ്ട എന്ന് പറയുകയും അദ്ദേഹം തന്ന ഒരു കൊട്ടാരത്തിന് പകരം 4 കൊട്ടാരങ്ങൾ തിരികെ രാജ ജയ്സിംഹിന് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. 28 ഡിസംബർ 1633 രാജ ജയ്സിംഗ് ഈ കൊട്ടാരം ഷാജഹാന് കൊടുത്തതെന്നും അതിന് പകരം അദ്ദേഹം 4 കൊട്ടാരങ്ങൾ ജയ്സിംഗിന് കൈമാറിയതെന്നും രേഖകളുണ്ട്. ഇതൊക്കെ ജയ്പൂർ സിറ്റി പാലസ് മ്യൂസിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ പ്രകാരം ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തേജോ മഹാലയ എന്ന് പറയുന്ന ഒരു ചരിത്ര ക്ഷേത്രം PN ഓക്ക് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത ചരിത്രകാരൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹത്തെ സ്വയം പ്രഖ്യാപിത ചരിത്രകാരൻ എന്ന് പറയാൻ കാരണം ലോകം അംഗീകരിച്ചിട്ടുള്ള ചരിത്രകാരന്മാരുടെ പട്ടികയിലൊന്നും അദ്ദേഹം ഇല്ല എന്നുള്ളതും ലോകത്തിലെ ചരിത്രകാരന്മാരുടെ അസോസിയേഷനുകളിലോ ഔദ്യോഗിക ബോഡികളിലോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളോ രേഖകളോ ചരിത്ര അടയാളപ്പെടുത്തലുകളോ ഒന്നും ഇല്ല എന്നുള്ളതും കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര അന്വേഷണ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഈ തേജോ മഹാലയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ചരിത്രങ്ങളുമായി പലവട്ടം അദ്ദേഹം കോടതികൾ കയറി ഇറങ്ങിയെങ്കിലും കോടതികൾ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളെ നിരാകരിക്കുകയും കോടതികളുടെ സമയം പാഴാക്കുവാനായി ഇത്തരം പുതിയ ചരിത്രങ്ങളുമായി വരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ചരിത്ര നിർമ്മിതികൾക്കും ചരിത്രത്തിൻ്റെ തിരുത്തലുകൾക്കുമൊക്കെ വലിയ പ്രചാരം കിട്ടിത്തുടങ്ങിയത് 2010 മുതലാണ്. വാട്സാപ്പ് അവതരിച്ചത് 2010 വാട്സാപ്പിന് വലിയ പ്രചാരം കിട്ടിത്തുടങ്ങിയതും അപ്പോൾ മുതലാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ മേഖല തന്നെ വളർന്നു വരികയും ഏത് അസത്യവും ചരിത്രമായി മാറ്റി വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി പ്രചരിപ്പിച്ച് കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനം വളരുകയും ചെയ്തിട്ടുണ്ട്. വാട്സാപ്പിലൂടെ വരുന്ന മെസ്സേജുകളുടെ തുടർച്ചയോ അല്ലെങ്കിൽ ഈ മെസ്സേജുകളുടെ ആധികാരികതകളോ ഒന്നും ആരും പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത.
കഴിഞ്ഞ കുറേ നാളുകളായി വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഡോക്ടർ സുധീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മരണവും അവരുടെ 2 ഹൃദയങ്ങളും 4 വൃക്കകളും 4 കണ്ണുകളുമൊക്കെ റെഡി ടു ഒക്കുപ്പൈ അല്ലെ റെഡി ടു ഷെയർ രീതിയിൽ അവൈലബിൾ ആണെന്നും എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെടണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശം. ഇത് കിട്ടുന്നവർ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തന്നെ ഒരു 100-ലധികം പ്രാവശ്യം ഈ മെസ്സേജ് പല ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളാണ് ഈ കാര്യത്തിൽ ബഹുമിടുക്കർ. എന്തെങ്കിലും വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ അന്തിച്ചർച്ചയ്ക്ക് കോപ്പുകൂട്ടി വിദഗ്ധരും അവിദഗ്ധരും കണ്ണിൽ കണ്ട സകലമാന സ്പെഷ്യലിസ്റ്റുകളെയും ഒക്കെ വിളിച്ചിരുത്തി ആ വിഷയത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വിധി പ്രസ്താവിക്കാൻ അവർക്ക് ഏകദേശം 3-4 മണിക്കൂറുകൾ മാത്രം മതി. നമ്മുടെ ചാനലുകൾ പല പ്രാവശ്യം തേജോ മഹാലയയിൽ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൽ വിധി പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞുവെങ്കിലും രാജ്യത്ത് അത് ഇതുവരെ നടപ്പിലായിട്ടില്ല എന്ന് മാത്രം. ഇതിനോടൊപ്പം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. താജ്മഹലിൻ്റെ നിർമ്മിതിയും ചരിത്രവുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൽ ഷാജഹാനും രാജാ ജയസിംഹും ഒക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരു പൊടിപ്പും തൊങ്ങലും വെച്ച് കൂടുതൽ ചർച്ച ചെയ്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഷാജഹാൻ 20,000 തൊഴിലാളികളുടെ കൈകൾ ഛേദിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഈ കൈകൾ ഛേദിച്ച് കളഞ്ഞു എന്ന് പറയുന്ന വസ്തുതയ്ക്ക് ചരിത്രപരമായിട്ട് ഇതുവരെയും ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ 20,000 തൊഴിലാളികളുടെ കൈകൾ ഛേദിച്ച് കളഞ്ഞുവെങ്കിൽ ഈ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ശേഷം പഴയ ഡൽഹിയിൽ ഷാജഹാനാബാദ് എന്ന് പറയുന്ന വളരെ വലിയ മനോഹരമായ നഗരം തന്നെ ഈ തൊഴിലാളികൾ പണിതുയർത്തിയിട്ടുണ്ട് എന്ന് ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ചുവപ്പ് കോട്ട പണിതുയർത്തിയതും ജുമാ മസ്ജിദ് പണിതുയർത്തിയതും താജ്മഹലിൻ്റെ അതേ കാലഘട്ടത്തിലാണെന്നും ചരിത്രരേഖകൾ പറയുന്നു. ഈ 20,000 തൊഴിലാളികളുടെ കൈകൾ ഷാജഹാൻ ഛേദിച്ച് കളഞ്ഞുവെങ്കിൽ ഇവയുടെയൊക്കെ നിർമ്മാണത്തിൽ ആരാണ് സഹകരിച്ചതെന്നും അവരുടെയൊക്കെ കൈകളുടെ അവസ്ഥ എന്താണെന്നുമൊക്കെ ചരിത്രകാരന്മാർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും നല്ലതായിരിക്കും. എനിക്ക് അവസാനമായി പറയാനുള്ളത് താജ്മഹൽ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രണയ സ്മാരകമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ആ പ്രണയ കുടീരത്തെ നോക്കി പ്രണയപൂർവ്വം ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും അനശ്വര പ്രണയത്തെ സ്മരിക്കാം, വാഴ്ത്താം. അതോടൊപ്പം തന്നെ അതിനെ വിവാദമാക്കാതിരിക്കുകയും ചെയ്യാം.